ആദ്യം ശ്രീ എം ലിജു, പത്മജ പാർട്ടിയെ ചതിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായകമായൊരു മുഹൂർത്തത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്ന ശ്രീ കെ കരുണാകരൻ്റെ മകൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് KTDC അധ്യക്ഷ പദവി ചാലക്കുടി പാർലമെൻറ്റിലെ മൂന്തപുരം പാർലമെൻറ്റ് സീറ്റിലെ കോൺഗ്രസ് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന മൂന്തപുരം പാർലമെൻറ്റ് സീറ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ 2 തവണ സ്ഥാനാർത്ഥിയാക്കിയ, അതോടൊപ്പം കോൺഗ്രസ് പാർട്ടിയുടെ KPC നിർവാഹക സമിതി അംഗം, KPC ജനറൽ സെക്രട്ടറി, ഏറ്റവും അടുത്ത് ഒരു 1.5 മാസങ്ങൾക്ക് മുൻപ് KPCCയുടെ ഏറ്റവും ഉന്നത സമിതിയായ രാഷ്ട്രീയകാര്യ സമിതി എന്നീ സമിതികളിൽ അംഗത്വം നേടിയ ശ്രീമതി പത്മജ വേണുഗോപാൽ പാർട്ടിയെ വിട്ടുപോയത് തരത്തിലൊരു ചതി തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. അതാണ് ഇതിൻ്റെ ശരി. ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഗുരുതരമായ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാതിരിക്കുന്ന ആണെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാമെങ്കിലും ഇത്രകാലം നിന്ന, അതോടൊപ്പം തൻ്റെ പിതാവ് കേരളത്തിൽ വളർത്തിയെടുത്ത, ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവിൻ്റെ മകൾ, ആ ഒരു ലെവൽ കൊണ്ട് മാത്രം കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനം പിടിച്ച പത്മജ അത്തരമൊരു പ്രവൃത്തി ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ പാർട്ടി ചതിച്ചു, പാർട്ടി വേദനിപ്പിച്ചു എന്നാണ് പത്മജ പറയുന്നത്. പത്മജയുടെ വാദങ്ങളും കണ്ടിരിക്കുമല്ലോ ലിജു, അതിനെന്താണ് മറുപടി? എനിക്കത് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. കാരണം ശ്രീമതി പത്മജ വേണുഗോപാൽ പറയുന്ന 2-3 കാര്യങ്ങൾ ഞാൻ കേട്ട 1-2 കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, ഒന്ന് തിരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ പാർട്ടിയുടെ ചില ഭാരവാഹികൾ ചതിച്ചു എന്നൊരു ആരോപണം ശ്രീമതി പത്മജ വേണുഗോപാൽ പറയുന്നുണ്ട്. പാർട്ടിയിൽ വേണ്ടത്ര അംഗീകാരം ലഭിച്ചില്ല എന്ന ഒരു അങ്ങനെയല്ല അതിന്റെ തുടർച്ച. അതായത് താൻ ആർക്കെതിരെയാണോ പരാതി കൊടുത്തത് അവർക്ക് അവിടെ നല്ല സ്ഥാനമാനം കൊടുക്കുകയും തൃശ്ശൂരിൽ അവരെ കൊണ്ടുവരികയും ചെയ്തു നേതൃത്വത്തിൽ. ഇതാണല്ലോ ഇപ്പോൾ എന്തായാലും സ്മൃതി പറഞ്ഞല്ലോ. ഞാൻ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വിവിധ വ്യക്തികളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ശരിയാവണമെന്നില്ല. ഇപ്പം നമുക്ക് ഒരു തിരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ എല്ലാ ആളുകളും പൂർണ്ണമായും അനുകൂലമാവണമെന്നില്ല. പക്ഷേ ചില ആളുകളൊക്കെ അനുകൂലമാണെങ്കിലും അവർ എതിരാണെന്നുള്ള പ്രചരണങ്ങളുണ്ടാകാം. അപ്പം അത്തരം ചില ആളുകൾക്കെതിരെ ശ്രീമതി പത്മജ വേണുഗോപാൽ പരാതിയും കൊടുത്തിട്ടുണ്ടാകാം. അവരൊന്നും ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണെന്ന് എനിക്കറിയില്ല. ഇപ്പം എൻ്റെ അറിവനുസരിച്ചാണെങ്കിൽ അവിടെ ചില മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെയും ചില ആളുകൾക്കെതിരെയൊക്കെയുള്ള ചില പരാതികൾ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും അത്രമാത്രം ഗൗരവമുള്ളതല്ല. ആ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളുണ്ട് എന്ന് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ അഭിപ്രായമുള്ളതുകൊണ്ടായിരിക്കാം അവർക്കെതിരെ നടപടി സ്വീകരിക്കാതിരുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അത്തരമൊരു പരാതി എന്നുള്ളതുകൊണ്ട് മാത്രം ശ്രീമതി പത്മജ വേണുഗോപാലിന് കോൺഗ്രസ് പാർട്ടി വിട്ടുപോകാൻ സാധിക്കുമോ? ഇന്നിപ്പോൾ ഞാൻ പത്മജ ചേച്ചിയുടെ പത്രസമ്മേളനം കേട്ടു. ആ പത്രസമ്മേളനത്തിൽ ശ്രീമതി പത്മജ പറയുന്നത്, എനിക്ക് നരേന്ദ്രമോദിയുടെ ആരാധന തോന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയോട് കൂടി ആരാധന തോന്നിക്കൊണ്ടാണോ ഇത്രയും കാലം അവർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നത്? ഒരു കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ മതേതര വിശ്വാസിയായ ഒരാൾക്കോ പ്രത്യേകിച്ച് കെ കരുണാകരൻ്റെ മകൾക്ക് എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ ആരാധന തോന്നുന്നത്? രാജ്യത്ത് ഏറ്റവും പ്രതിലോമകരമായ വർഗീയ അജണ്ട വെച്ച് പുലർത്തുന്ന, പ്രത്യേകിച്ച് ശ്രീ കെ കരുണാകരൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിലെ ജവഹർലാൽ നെഹ്റുവിനെ തൊട്ട് ഇങ്ങോട്ട് ആക്ഷേപിച്ച് അവർക്ക് നേരെ പ്രതികാര നടപടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യപരമായ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ഒരു അർദ്ധ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ തൻ്റെ ഹീറോയായി കണക്കാക്കുന്ന ആളാണ് പത്മജയെങ്കിൽ നേരത്തെ പറഞ്ഞ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും സാങ്കത്യമുണ്ടോ? ഇത് രണ്ടുകൂടെ പറഞ്ഞിട്ട് പറ്റില്ലല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.